നമസ്കാരം. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വോട്ടെണ്ണി അതിന്റെ ഫലം പ്രഖ്യാപിച്ച സമയത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞിരുന്നു. അതിലൊന്ന്, നമ്മളൊന്നും ജയിച്ചതല്ല, ജയിപ്പിച്ചതാണ് എന്ന കാര്യം എല്ലാ സമയത്തും ഓർക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് എല്ലാ UDF സ്ഥാനാർത്ഥികളും വിജയിച്ചു, പ്രതിപക്ഷമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പ്രതിപക്ഷമില്ലെങ്കിലും പ്രതിപക്ഷ സ്വരങ്ങളെ അവഗണിക്കരുത്, അത് കേൾക്കാൻ ശ്രമിക്കണം എന്നതാണ്. എന്തായാലും അത് ജനാധിപത്യ രാജ്യത്ത്, ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പ്രതിപക്ഷ സ്വരങ്ങളെ ഒരിക്കലും അവഗണിക്കരുത് എന്ന് പറഞ്ഞ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ഇക്കാര്യം എടുത്തു പറയുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് അവരെ ഉദ്ദേശിച്ചതാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് തോന്നിപ്പോവുകയാണ്. അതായത് ജയിച്ചതല്ല, ജയിപ്പിച്ചതാണ് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ആളുകൾ വ്യാപകമായി അവർ മറ്റ് പാർട്ടികളുമായി സഹകരിക്കാൻ തയ്യാറാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ജയിപ്പിച്ചതാണ് എന്ന കാര്യം അവർ മറന്ന് പ്രവർത്തിക്കുകയാണ്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോൺഗ്രസിന്റെ ഭാഗത്ത് പറ്റിയിട്ടുള്ള പല തെറ്റുകളും മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. വലിയ മുറിവേൽപ്പിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഇവിടുത്തെ മുസ്ലിം മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം. 1992 ബാബരി മസ്ജിദ് സംഘപരിവാർ സംഘടനകളാണ് തകർത്തത് എങ്കിൽ കൂടെ അന്ന് രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. PV നരസിംഹറാവു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചത് നമ്മുടെ ഭരണ സംവിധാനത്തിലാണ്, നമ്മുടെ ആഭ്യന്തര വകുപ്പിനാണ് ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ ഒരു മതേതര രാജ്യമാണ് എന്ന രീതിയിൽ പറയുമ്പോൾ പല ലോക രാജ്യങ്ങളും നമ്മുടെ രാജ്യത്തെ കളിയാക്കി. ഇതാണോ മതേതര രാജ്യം, ഇതാണോ ജനാധിപത്യ രാജ്യം എന്ന് ചോദിച്ചായിരുന്നു കളിയാക്കിയത്. ആ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിച്ചത് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയാണ്. അത് മറന്നു വരികയാണ്. പരമാവധി ഒരു തെറ്റ് സംഭവിച്ചു, അത് തൽക്കാലം പൊറുക്കാം എന്ന രീതിയിൽ മറന്നു വരുമ്പോഴാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ചില ആളുകൾ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ ഒറ്റ ദിവസം കൊണ്ടാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ആളുകളൊക്കെ BJP ആയത്. മത്സരിച്ച് വിജയിച്ചതിന് ശേഷം ഒരു രാജിക്കത്ത് കൊടുത്തു DCC പ്രസിഡന്റിന്. ഞങ്ങൾ രാജിവെക്കുകയാണെന്ന് പറഞ്ഞു. BJP-യുമായി സഹകരിച്ച് അവിടെ ഭരണത്തിൽ കയറുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിജയിച്ചവരൊക്കെ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നിറം മാറാൻ, ഓന്ത് മാറുന്നത് പോലെ മാറാൻ കോൺഗ്രസ്സുകാർക്കേ കഴിയൂ എന്ന് കോൺഗ്രസ്സുകാർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇടതുപക്ഷത്തേക്ക് പോയിട്ടുള്ള ചില കോൺഗ്രസ്സുകാരുണ്ട്, UDF-കാരുണ്ട്. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് തളി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഒരു കക്ഷി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു, ലീഗിന്റെ സീറ്റായിരുന്നു. ഇദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം അങ്ങോട്ട് മാറി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ വ്യാപകമായി ഇവിടെ ചെയർമാൻ സ്ഥാനം കിട്ടിയില്ല, മേയർ സ്ഥാനം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് അവരുടെ ആ സ്ഥിരം സ്വഭാവം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്താണ്, കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾക്കൂട്ടമാണ് എന്ന രീതിയിൽ ഈ പാർട്ടിയെ പലരും പറയാറുണ്ട്, അങ്ങനെ വിമർശിക്കാറുണ്ട്. ഞങ്ങൾ അത് തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്നേഹത്തിന്റെ കട തുറന്നു നമ്മുടെ രാഹുൽ ഗാന്ധി കർണാടകയിൽ. എന്താണ് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ മുസ്ലിങ്ങൾ കൂട്ടമായി താമസിക്കുന്ന, ഭിക്ഷ എടുത്തു പോലും താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് ആധാർ കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉണ്ട്, മറ്റു രേഖകളൊക്കെ ഉണ്ട്. അവരവിടെ നിയമവിരുദ്ധമായി പാർക്കുന്ന ആളുകളാണ്, അങ്ങനെ കെട്ടിടങ്ങൾ വെച്ച് താമസിക്കുന്ന ആളുകളാണ്, ചെറിയ കൂരകളാണ്. ഈ കൂരകളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മറ്റ് സംഘപരിവാർ സംഘടനകൾ അല്ലെങ്കിൽ BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു രാത്രി അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു, വൈദ്യുതി വിച്ഛേദിച്ചു, അവിടെ ബുൾഡോസർ രാജ് നടപ്പിലാക്കി. ആ വീടുകളൊക്കെ തകർത്തു കളഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് നേടിയാണ് സിദ്ധരാമയ്യ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. ആ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവർ ടിപ്പുവിന്റെ ദർഗയിലേക്ക് പോകുന്നു, തൊപ്പി വെക്കുന്നു, എന്തൊക്കെയായിരുന്നു അവർ കാട്ടിക്കൂട്ടിയത്. എന്നിട്ട് പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകളെ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ വീടുകളൊക്കെ ഇല്ലാതാക്കി. വിലപ്പെട്ട അവരുടെ ആകെയുള്ള എന്തെങ്കിലും സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെടുക്കാനോ, ഉന്തുവണ്ടി പോലും, ഇവിടെ ഉന്തുവണ്ടിയിലൊക്കെ കച്ചവടം ചെയ്താണ് ചില ആളുകൾ
ജീവിക്കുന്നത്. ആ ഉന്തുവണ്ടി പോലും അവർക്ക് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കർണാടകയിലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാലും ഇത്തരക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്വാദിഖ് അലി തങ്ങൾ ആ പറഞ്ഞത്, ജയിച്ചതല്ല ജയിപ്പിച്ചതാണ്. എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ചെറിയ ചില വീഴ്ചകൾ ഉണ്ടായി ഈ കഴിഞ്ഞ 5 വർഷക്കാലം. സംഘപരിവാർ സംഘടനകളുമായി പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില തെമ്മാടിത്തരങ്ങൾ അത് കണ്ടില്ല എന്ന് നടിച്ചു. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മകൻ NDA മുന്നണിയിലുള്ള വ്യക്തിയാണ്. ആ വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുന്ന നിലപാട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരത്തിലുള്ള ചില വീഴ്ചകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ, UDF സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തയ്യാറായത്, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തയ്യാറായത്. അങ്ങനെ തയ്യാറായപ്പോൾ ചെറിയ തെറ്റ് അവരുടെ ഭാഗത്ത് സംഭവിച്ചു. അങ്ങനെ തയ്യാറായി കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ ഈ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ആളുകൾ അവരുടെ തനി സ്വഭാവം കാണിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല. അത് ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നുള്ളതാണ്. 1992 ബാബരി മസ്ജിദ് അത് സംഘപരിവാർ സംഘടനകൾ തകർത്തത് എങ്ങനെയാണ്, അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ആരാണ് എന്നതിനെ കുറിച്ച് അത്തരത്തിലുള്ള ഒരു ചർച്ച അത് വീണ്ടും കൊണ്ടുവരാൻ കോൺഗ്രസ് തയ്യാറാകരുത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. തിരഞ്ഞെടുപ്പ് ഇനിയും വരും. ആ തിരഞ്ഞെടുപ്പിലൊക്കെ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാക്കിയാൽ, അതിനനുസരിച്ച് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ. പ്രതിപക്ഷ സ്വരങ്ങളെ അവഗണിക്കരുത്, അതുപോലെ തന്നെ ഇവിടെ ജയിച്ചതല്ല ജയിപ്പിച്ചതാണ് എന്ന കാര്യം, അത് കോൺഗ്രസ്സുകാരെ നിങ്ങളെ ഉദ്ദേശിച്ചു മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്.